എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹുണ്ടയുടെ ക്രെറ്റ ഇലക്ട്രിക് ആയിരിക്കുകയാണ്. ആ വാഹനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിന്ന് ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒന്നും അല്ല പോകുന്നത്. കാരണം വെച്ചാൽ ബേസിക്കലി നമുക്ക് ക്രെറ്റ എന്താണെന്ന് നമുക്കറിയാം, അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം. ഇത് ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്യുക. സോ അഗെയിൻ വെൽക്കം ടു റോപ്മേഷ് ഷോ. ഒരു ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ ബാറ്ററിയും മോട്ടറും അതിൻ്റെ ചാർജിങ്ങും ഒക്കെയാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിട്ട് ഏറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം മുമ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞു തരുവാണെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ചാർജിങ് ലിഡ് വരുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു ലിഡ് നമുക്ക് ഈ ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ ഒരു ഫ്ലാപ്പായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു LED ലൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ബാറ്ററി ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് ബാറ്ററി എന്തുമാത്രം നമ്മുടെ വാഹനത്തിനകത്ത് ബാറ്ററി ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിലവിലിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഓൾറെഡി ഡിറൈവ്ഡ് ആയിട്ട് വന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. ഓൾറെഡി ക്രെറ്റയുടെ തന്നെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഇവർ ബാറ്ററി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ മാറ്റങ്ങളൊന്നും വണ്ടിയുടെ ഒരു ബാഹ്യ രൂപങ്ങളിലോ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലോ ഒന്നും കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. എന്നാൽ ഇലക്ട്രിക്കിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു IC എഞ്ചിനിൽ നിന്ന് ഐസിൽ നിന്ന് നമ്മുടെ ബാറ്ററിയിലേക്ക് മാറുന്ന സമയത്ത് വേണ്ടുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമല്ലോ, എന്നല്ല നമുക്കിതൊരു ഇലക്ട്രിക് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളാണ് പൊതുവേ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാറ്ററി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ NMC ആണ്, നിക്കൽ മാംഗനീസ് കൊബാൾട്ടാണ് വരുന്നത്. പൊതുവേ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിനകത്തും LPF ബാറ്ററീസാണ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് ഞാനത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ബാറ്ററിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് ബാറ്ററിയുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ കമ്പനികൾ ഇന്ന് ഉപയോഗിക്കുന്ന LPF ആണ്. അപ്പം ഹുണ്ടൈ എന്തുകൊണ്ട് NMC ഉപയോഗിക്കുന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് നമ്മൾ ഇലക്ട്രിക്കിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ. അപ്പോൾ നിലവിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത് കൊള്ളിക്കുകയും വേണം. എന്നാൽ വാഹനങ്ങളുടെ മറ്റുള്ള സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ കുറവ് വരാനും പാടില്ല. അപ്പം NMCയുടെ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ സൈസിൽ കൂടുതൽ ഡെൻസിറ്റി നമുക്കതിന് കിട്ടുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ചെറിയൊരു ഏരിയയിൽ കൂടുതൽ കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. LPFനെ സംബന്ധിച്ച് വരുന്ന സമയത്തേക്ക് NMCയെക്കാളും കുറച്ചും കൂടെ പാക്ക് വലുതായിരിക്കും. എന്നാൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ലൈഫ് എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ LPFന് കുറച്ചും കൂടെ അധികം ലൈഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും NMCയെക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പല കമ്പനികളും ബ്രാൻഡുകളും ഇന്ന് വാറണ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അൺലിമിറ്റഡിലേക്ക് പോകുന്ന സമയത്ത് ഹുണ്ടൈയുടെ ഈ ഒരു ക്രെറ്റയിലേക്ക് വരുന്ന സമയത്ത് 8 വർഷവും അതുപോലെ 1,60,000 കിലോമീറ്റേഴ്സ് തന്നെ അവർ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ള ഈ LPF ബാറ്ററീസ് ഉള്ള വാഹനങ്ങളെക്കാളും കുറവാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങൾ കൂടുതലാണ്. അതാണ് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2 ബാറ്ററി പാക്ക് ഉണ്ടെന്ന് പറയാം. 51.4 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും അതുപോലെ തന്നെ നമുക്കൊരു 42 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വാഹനത്തിനകത്തുള്ളത്. 473 കിലോമീറ്ററാണ് നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഡ് റേഞ്ച് വരുന്ന വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു 42 കിലോവാട്ടിലേക്ക് വരുമ്പോൾ 390 കിലോമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ചായിട്ട് ഇവർ പറയുന്നത്. അപ്പം ഇപ്പോൾ നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീഷൻസ് നടക്കുകയാണ്. പല ബ്രാൻഡുകളും ഒരു 500 പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു 320 അല്ലെങ്കിൽ 340 കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പം ഹുണ്ടൈ അവർ മാക്സിമം റേഞ്ച് കിട്ടാൻ പാകത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററീസ് അവർ ഡിസൈൻ ചെയ്യുകയും അവരുടെ ഒരു ക്ലെയിമായിട്ട് അവർ പറയുകയും ചെയ്യുന്നത്. കാരണം നമ്മൾ പല ഫീഡ്ബാക്സിനകത്ത് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് കിട്ടുന്ന ഒരു മോഡലായിട്ട് തന്നെയാണ് ഇതിനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാറ്ററിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്കിനി ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമല്ലോ. അപ്പം കൊണ്ടുവരുമ്പോഴാണല്ലോ ഒരു വാഹനം വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പം ക്രെറ്റ എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്ന SUV ആണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ഒരു SUV ആണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നമുക്ക് എഞ്ചിനുള്ള ഓപ്ഷൻസ് ഉള്ള വാഹനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിലും ക്രെറ്റയുടെ ഒരു സുഖസൗകര്യം അല്ലെങ്കിൽ ഒരു യാത്രാസുഖം എന്ന് പറഞ്ഞാൽ റിയലി എക്സെപ്ഷണലാണ്. ഓടിക്കാനൊക്കെ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ ക്രെറ്റയുടെ ഡീസലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ക്ലാസ് വീലാണ്, NVH ലെവൽസൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വാഹനമായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആ വാഹനത്തിന് വരുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ്.
നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അഡാസിൻ്റെ ക്യാമറ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. 19 ലെവലുള്ള നമുക്ക് ലെവൽ 2 അഡാസാണ് വാഹനത്തിനകത്ത് വരുന്നത്. അപ്പോൾ അതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, കാരണം പക്ഷേ എന്തൊക്കെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് എല്ലാ വീഡിയോകളിലും പല വാഹനങ്ങൾക്കുള്ളത് പറയുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പേരിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പൊതുവായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജനറേഷൻ്റെ അതേ ഫേസ് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ലൈക്ക് ഈ ഒരു വശത്തേക്കുള്ള ആ ഒരു DRLും പൊസിഷൻ ലാംപ്സും അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ നമുക്ക് ഹെഡ് ലാംപ്സ് ഇവിടെ താഴോട്ട് ഇറക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അത് കോഡായിട്ട് വരുന്ന കോഡ് ബീമാണ് വരുന്നത്, അതായത് 4 അറകളിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യത്യാസം ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഈ പറയുന്ന ക്ലോസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രില്ലാണ്, പിക്സലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രില്ല് എന്നാണ് പറയുന്നത്. അയോണിക് 5ലൊക്കെ ഉള്ള അതേ ഡിസൈൻ എടുത്തോട്ട് ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ട്യൂസോണിലും അയോണിക്കിലും ഉള്ള കുറേ സാധനങ്ങൾ പെറുക്കി വെച്ചിട്ടാണ് ഹുണ്ടയുടെ ഇലക്ട്രിക്കിനകത്ത് ഉള്ള വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നത് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ പിക്സലേറ്റഡ് ആയിട്ടിരുന്ന ഗ്രില്ലുണ്ട്. അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു അവിടെയും ഒരു ഏഡാം പോർഷനും ഒരു ക്ലോസ്ഡ് ആയിട്ടാണ്. ഈ ഒരു വാഹനത്തിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 4 കട്ടകളായിട്ട് കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന മോട്ടറും അനുബന്ധ ഘടകങ്ങളും ചൂടാകുന്ന സമയത്ത് അപ്പോൾ എയർ ഉള്ളിലേക്ക് എടുക്കുകയും അത് തണുപ്പിക്കാൻ വേണ്ടിയാണ്. അതെപ്പോഴും ഈ ഒരു എയർ ഫ്ലാപ്പ് നമുക്ക് ഓപ്പൺ ആയിരിക്കില്ല. ആവശ്യമുള്ള സമയങ്ങൾ, അതായത് അകത്ത് ചൂട് നമ്മൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ, വാഹനം സെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം അത് തുറന്നു വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത് അടഞ്ഞാണ് ഇരിക്കുന്നത്, ഞാനത് അവിടെ തുറന്നിരിക്കുന്നതിൻ്റെ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. നമുക്കിനി സൈഡിലേക്ക് വരാം, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും ഇല്ല. പക്ഷേ മെയിനായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം ഈ ബാറ്ററിയുടെ ഒക്കെ പ്ലേസ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഇതൊരു SUV ആയിട്ടുള്ളൊരു വാഹനമാണല്ലോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അവർ പൊതുവേ കൂട്ടിയിട്ടുണ്ട്. അതായത് ഒരു 10 മില്ലിമീറ്ററും കൂടെ കൂട്ടിയിട്ട് 200 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്നത്. എന്നാലും നമ്മൾ ഇരുന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ബാറ്ററി പാക്ക് നമുക്ക് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ആ ഒരു ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമൻസ് കണ്ട് ഇതിൻ്റെ ഈ പറയുന്ന പോലെ ബാറ്ററി ഇങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബമ്പി ആയിട്ടുള്ള റോഡ്സുകളിൽ ഇതെങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 10 മില്ലിമീറ്ററും കൂടെ എഫക്റ്റീവ്ലി നമുക്ക് ഒരു ഹൈറ്റ് അവർ കൂട്ടിയിരിക്കുന്നത്. അതായത് ശരിക്കും ഡീസൻ്റ് ആയിട്ട് 200 മില്ലിമീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് അൺലാഡൻ വെയിറ്റ് വരുന്ന സമയത്താണ്, ഇപ്പം നമ്മൾ ഫുൾ ആൾക്കാർ കയറുന്ന സമയത്തേക്ക് കുറച്ചുകൂടെ വണ്ടി ഇരിക്കുമായിരിക്കും. എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിനി ഒരു വാഹനത്തിൻ്റെ ടയേഴ്സിലേക്ക് കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയറോ ഇൻസേർട്ടുകളാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ഡിസൈനുകളെന്ന് പറയുന്നത് എയറോ ഡൈനാമിക്കലായിട്ട് ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയാണ്. കാരണം കൂടുതൽ എത്രമാത്രം റെസിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കുക അത്രമാത്രം നമുക്ക് വാഹനത്തിൻ്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ റേഞ്ച് നമുക്ക് കൂടുതൽ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എയറോ ഇൻസേർട്ടുള്ള, അത് എയർ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസൈനിലൊക്കെയാണ്, ആ ഒരു എയർ കട്ട് ചെയ്യുന്ന ഡിസൈനിലാണ് അതിൻ്റെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ മക്ഫേഴ്സൻ്റെ സ്ട്രട്ടുകളും അതുപോലെ ടോർഷൻ ബീം ആക്സിലൊക്കെയാണ് വാഹനത്തിൽ സസ്പെൻഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. ക്രെറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡ് എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല. നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ മിറേഴ്സ് നമുക്ക് കാണാം. 360 ഡിഗ്രിയുടെ ക്യാമറയുണ്ട്. അതുപോലെ ഒരു പെഡൽ ലാമ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഹുണ്ടയുടെ ആ സിമ്പിൾ അല്ലേ, ആ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിലത്തൊരു വട്ടം പോലെ രാത്രിയിൽ ഒരു ലൈറ്റ് അവിടെ വരുന്നതായിരിക്കും. അതൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഒരു റൂഫ് റെയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിലേക്കൊന്ന് പോകാം. ഇപ്പോൾ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ പിൻവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ലുക്കുകളിലൊന്നും തന്നെ ഇല്ല. പിന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവർ ബമ്പറിനകത്ത് വീണ്ടും പിക്സലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ബമ്പർ പോർഷൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ടുള്ള കുറേ കള്ളികളായിട്ട് ഈ സംഭവം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പുകൾ 3 ഈ ഒരു വശത്തും 3 ആ വശത്തും കൊടുത്തിട്ടുണ്ട്. അതാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം പുറയിൽ നിന്ന് കാണാനായിട്ടുള്ളത്. ഏറ്റവും മുകളിൽ ഷാർഫിൻ ആൻറ്റിനയും അതുപോലെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറും ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഈ പറയുന്ന പോലെ ഈ ഒരു വൈപ്പറും ഒക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്ന ആ DRLs ആണ്. ഇതിനകത്തൊന്നും വ്യത്യാസമില്ല. ഓൾറെഡി നമ്മുടെ ക്രെറ്റയ്ക്കകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പുറകിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ബാറ്ററി ഒക്കെ കൊണ്ട് വെച്ചിരുന്ന സമയത്ത് ബൂട്ട് സ്പേസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ബൂട്ട് സ്പേസിന് കുഴപ്പങ്ങളൊന്നും ഇല്ല. അതേ സ്പേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 433 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഫ്രങ്ക് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്. അവിടെ ഒരു 22 ലിറ്റർ ബൂട്ട് സ്പേസും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചാർജേഴ്സാണ് വെച്ചിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് ചാർജിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചാർജേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വാഹനത്തിന് കൂടെ നമുക്ക് 2 ചാർജേഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഓൾറെഡി 3.3 കിലോ വാട്ടിൻ്റെ ഒരു ചാർജറും അതുപോലെ 11 കിലോ വാട്ടിൻ്റെ ഒരു ചാർജറും ഹോം ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുക്കുന്നത്. ഇതിവിടെ നമുക്ക് പുറത്ത് DC ചാർജിങ് നമുക്ക് ചെയ്യാം. ഇപ്പം ചാർജിങ്ങിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് ബാറ്ററി പാക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 11 കിലോ വാട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറും കൊണ്ട് നമുക്ക് ഒരു 100% ബാറ്ററി നമുക്ക് വീട്ടിലിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. 42 കിലോ വാട്ടിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 51 വരുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്ക് 58 മിനിറ്റും കൊണ്ട് 80% ചാർജ് ചെയ്യാം. അതായത് ഏത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ 51 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്ന ആ ഒരു പാക്കുള്ള ഒരു വാഹനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ടയേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഈ സാധനങ്ങളൊക്കെ ഇറക്കിയാൽ മാത്രമേ അത് പൊക്കിയെടുത്ത് കാണിക്കേണ്ടി പറ്റുള്ളൂ. നോക്കട്ടെ കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം. അപ്പം ഇതിനകത്ത് നമുക്ക് ആ ഒരു ടയേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും 17 ഇഞ്ച് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടയേഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ടയേഴ്സ് എല്ലാം 17 ഇഞ്ചാണ്, തൊട്ടായിട്ട് വരുമ്പോൾ 16 ഇഞ്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടിൽ നിന്ന് മെയിനായിട്ട് പറയാനുള്ളത്. 5ഓളം വേരിയൻറ്റുകളിലാണ് നമുക്ക് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. എക്സിക്യൂട്ടീവ്, സ്മാർട്ട് ഓപ്ഷണൽ, പ്രീമിയം, അതുപോലെ എക്സലൻസ്. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള എക്സലൻസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എക്സലൻസ് എന്ന് പറയുമ്പോൾ ലോങ് റേഞ്ച് ആയിട്ടാണ് വരുന്നത്. ഇതിനാണ് 473 കിലോമീറ്റർ നമുക്ക് മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് നമുക്ക് കിട്ടുന്നത്. നമ്മളിനി വാഹനത്തിനകത്തേക്ക് പോവാണ്. എന്തൊക്കെയാണ് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നോക്കാം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നിലയിലുണ്ടായിരുന്ന ക്രെറ്റയുടെ അതേ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ളൊരു ഇൻറ്റീരിയൻസാണ്. ഒരു ബേജ് കളറും ഒക്കെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻസിനാണ് വന്നിരിക്കുന്നത്. ഡോർ ട്രിംസിലേക്ക് നമുക്ക് വരാം. ഡോർ ട്രിംസിലേക്ക് വരുന്ന സമയത്ത് ഇനി ഫീച്ചേഴ്സായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഓൾറെഡി ക്രെറ്റയിലുള്ള എല്ലാ സംവിധാനങ്ങളാണ്. മെയിനായിട്ടും എടുത്ത് പറയേണ്ടത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള ബോസിൻ്റെ സറൗണ്ട് സിസ്റ്റംസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 8 സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിനകത്തെ മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്. കാരണം നല്ല ബേസ്, അതുപോലെ നല്ല ക്വാളിറ്റി മ്യൂസിക്കാണ് ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ഒരു ലെതറിറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെയാണ്. അതായത് ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ഈ വാഹനത്തിൽ കുറച്ചുകൂടെ പുതിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ വാഹനം ആയതുകൊണ്ട് പുതിയതല്ല, ലൈക്ക് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പുതിയതാണ്. അപ്പോൾ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് സാധാരണ ഹുണ്ടയുടെ ലോഗോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതിന് ഒരു 4 കുത്തുകളാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ 4 കുത്ത് കാണാനായിട്ട് പറ്റും. ഹുണ്ടായി പറയുന്നത് അത് മോഴ്സ് കോഡാണെന്ന് പറയുന്നത്. മോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് സന്ദേശങ്ങൾ അയക്കാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഒരു കോഡിംഗ് ടെക്നോളജിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഡിസൈൻ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മൾ ആ മോഴ്സ് കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആ ഒരു അക്ഷരത്തിൻ്റെ മോഴ്സ് കോഡാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഓരോ ഗിമിക്കുകളും കാര്യങ്ങളൊക്കെയാണ്. വാഹനത്തിൻ്റെ സീറ്റുകളിലേക്ക് വരുമ്പോൾ ലെതറായിട്ട് വരുന്ന പെർഫറേറ്റഡ് ആയിട്ടുള്ള വെന്റിലേറ്ററുള്ള സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ 2 സീറ്റ്സുകളും, അതായത് ഡ്രൈവറിൻ്റെ കോ ഡ്രൈവറിൻ്റെ സീറ്റ്സിലേക്ക് വരുന്ന സമയത്ത് 8 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കൺട്രോൾസ് ഉള്ള സീറ്റ്സാണ് വന്നിരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിനകത്ത് സ്വീറ്റ് മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ആ ഡോറിനകത്ത് 2 സ്വിച്ചസ് നമുക്ക് കാണാം. നമുക്ക് മെമ്മറി അതിനകത്ത് വാഹനം നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം 2 പേര് വണ്ടി ഓടിക്കും. ഞാനിപ്പോൾ എൻ്റെ വൈഫും വണ്ടി ഓടിക്കുന്നു. 2 പേർക്കും 2 പൊക്കവും 2 കാലിനുകളൊക്കെ ആയിരിക്കുമല്ലോ. ബേസിക്കലി അങ്ങനെയാണല്ലോ 2 മനുഷ്യരെന്ന് പറയുന്ന സമയത്ത്. അപ്പം അവരുടെ സൗകര്യത്തിനനുസരിച്ച് സീറ്റുകളെ ഓൾറെഡി മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു മെമ്മറി നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ ഫംഗ്ഷൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ രീതിക്ക് അനുസരിച്ച് സീറ്റുകളും പൊസിഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം അകത്തോട്ട് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയി നമുക്ക് സംസാരിക്കാം. വന്ന് വാഹനങ്ങളുടെ സ്റ്റിയറിങ്ങിനകത്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നൊക്കെയാണ് കമ്പനികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വട്ടത്തിൽ മാത്രം കണ്ടിരുന്ന സ്റ്റിയറിങ്ങുകൾ പിന്നെ ഡീക്കട്ടായിട്ടുള്ള സ്റ്റിയറിങ്ങുകൾ വന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഏതൊരു വാഹനം ചെയ്യുന്ന സിറോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലും താഴെയും പരന്നു വരുന്ന സ്റ്റിയറിങ്സ് നമുക്ക് കണ്ടു. അപ്പോൾ ഇത് വീണ്ടും വ്യത്യസ്തമാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുത്തിരിക്കുന്ന പോലെയുള്ള ഒരു സ്റ്റിയറിംഗ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്കിലാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് അഡാസിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ നമുക്ക് മീഡിയ കൺട്രോൾസൊക്കെയാണ് ഈ വശത്തേക്ക് വരുന്നത്. പിന്നെ അടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പാഡൽ ഷിഫ്റ്റേഴ്സ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് സ്പോർട്ടി ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഷിഫ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഇത് റീജനറേഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബാറ്ററിയിലേക്ക് തിരിച്ച് കറണ്ട് കയറുന്ന ടെക്നോളജിയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അഡാസ് ലിങ്ക് ചെയ്തിരിക്കുന്ന റീജനറേഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ച് പോകുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യും. ആ സമയത്ത് തന്നെ റീജനറേഷൻ വർക്ക് ചെയ്ത് ഇതിൻ്റെ ബാറ്ററിയിലേക്ക് തിരിച്ച് കറണ്ട് കയറുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഷിഫ്റ്റേഴ്സ് ഇവിടെയാണ്. സാധാരണ നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോളിലാണെങ്കിൽ മിക്ക വാഹനങ്ങളിലും ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ
ഇത് നമുക്ക് ഈ പറയുന്ന അയോണിക് 5 കണ്ട രീതിയിലുള്ള ഷിഫ്റ്റേഴ്സ് ഈ വശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ, അതുപോലെ റിവേഴ്സ്, അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കാണാം. ഇത് വയർ ബൈ ഷിഫ്റ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പം അതും ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു സ്റ്റിയറിങ്ങിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ സാധാരണയുള്ള നമ്മുടെ ലൈറ്റുകളുടെയും വൈപ്പറിൻ്റെയും കൺട്രോളുകളാണ്, അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ അവിടെ ലൈറ്റ്സിൻ്റെ കൺട്രോളൊക്കെയാണ്. അതും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഹിൽ ഡിസെൻറ്റ് കൺട്രോളുകളും ഹിൽ എക്സെൻറ്റ് കൺട്രോളുകളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 10.25 ഇഞ്ചിന് 2 വലിയ സ്ക്രീൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് വയർലെസ്സിൽ നമുക്ക് ആൻഡ്രോയിഡ് ആട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ, ബ്ലൂ ലിങ്കിൻ്റെ കണക്ടിവിറ്റി, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം 70-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. TPMS ഒക്കെ നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ കോൾഡായിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കുപ്പികളും ബോട്ടിൽസൊക്കെ തണുപ്പിച്ച് തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു ഏരിയ ഡാഷ്ബോർഡ് ഏരിയയൊക്കെ വളരെ നീറ്ററായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഏരിയയാണ്. AC-യുടെ വെൻറ്റുകൾ ആ കോർണറിൽ നമുക്ക് കാണാം. പിന്നെ AC-യുടെ കൺട്രോൾസൊക്കെ നമുക്ക് ഈ ഒരു പാനലിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ടച്ച് പാഡ് പോലെയായിട്ടാണ് ആ ഒരു സംഭവം വന്നിരിക്കുന്നത്. അത് നമ്മൾ ഫിജിറ്റൽ എന്ന് നമ്മൾ പറയില്ല, ടാറ്റ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫിജിറ്റൽ, ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ. അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വയർലെസ് ചാർജിങ് പോർട്ട് നമുക്ക് ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ ഡിസൈൻ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സംവിധാനം അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. USB ഇൻപുട്ടുകളും അതുപോലെ C ചാർജറുകളും 12 വോൾട്ടിൻ്റെ നോർമലായിട്ടുള്ള ഒരു ചാർജിങ് സോക്കറ്റും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു ഡീപ്പറായിട്ടുള്ള വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞാൽ ക്രെറ്റ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം കൊണ്ടുവരണം എന്നുള്ള ആലോചിച്ചിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് സെൻട്രൽ കൺസോളിലാണ് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാലം പോലെ ഇരിക്കുന്ന സംവിധാനം. ഓക്കെ, അതിനകത്ത് തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് ഇതിനകത്ത് നമുക്ക് എയർ ഫ്രഷ്നർ അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വെക്കണം. അപ്പം ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഡ്രൈവ് മോഡുകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഡ്രൈവ് മോഡുകളെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കോ സ്പോട്ട്, അതുപോലെ തന്നെ ഇക്കോ നോർമൽ സ്പോട്ട്, ഇങ്ങനെ 3 ഡ്രൈവ് മോഡുകളാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്കോയിൽ ഇടുമ്പം അല്ലെങ്കിൽ സ്പോട്ട് ഇടുമ്പോൾ ആ ഒരു തീമുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോ മോഡുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ആക്സിലറേഷൻസും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. റേഞ്ചിൻ്റെ വ്യത്യാസം അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെയുള്ളതാണ്. പിന്നെ ടച്ച് പാനലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ലൈക്ക് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഇത് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. മോശമില്ലാത്ത ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറയും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സീറ്റുകൾ, ഈ അപ്പുറത്തെ ഇപ്പുറത്തെ 2 സീറ്റുകൾക്ക് വേണ്ടിയുള്ള സീറ്റ് വെൻറ്റിലേഷനും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുമ്പം ഇതിനകത്തും കൂൾഡായിട്ട് വരുന്ന ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ചിലരൊക്കെ തണുത്ത് വരച്ചിരുന്നോട്ടെന്ന് ഓർത്തിട്ടായിരിക്കും അവരത് കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ലെതറിൽ വരുന്ന ആംറസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ഡിമ്മിങ് IRBM ഉള്ള മിറേഴ്സ് നമുക്ക് കാണാം. ഒരു പുതുമ അതിനകത്ത് കാണാനില്ല. അതുപോലെ തന്നെ നമുക്ക് 2 വശത്തേക്കും സൺവൈസസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിവിടെ ഗോഗിൾസ് വെക്കാനുള്ളൊരു ഏരിയ, ലൈറ്റ്സ്, അതുപോലെ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ പാൻഡമിക് ആയിട്ട് വരുന്ന സൺറൂഫുകളാണ്. ഇതൊന്നും തുറന്ന് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ക്രെറ്റയ്ക്കകത്ത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇലക്ട്രിക് ആക്കുന്നതിൻ്റെ പേരിൽ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. വാഹനത്തിൻ്റെ ഹൃദയവും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മറ്റുള്ള അനുബന്ധ ഘടകങ്ങൾക്ക് മാത്രമേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് റോയും അതിൻ്റെ കംഫർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഈ ഒരു സെക്കൻഡ് റോസ് സീറ്റിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ ഇലക്ട്രിക് കാർ ഈ പോള പ്ലാറ്റ്ഫോമിൽ ബാറ്ററി ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബാറ്ററിയുടെ ഹൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ നമുക്കിവിടെ ഒരു കാലൊക്കെ പൊങ്ങിയിരിക്കുന്നവിടെ തോന്നും. ഇവിടെ അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല. നമുക്ക് മോശമില്ലാത്ത തൈ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റായിട്ട് വരുന്ന ഫ്ലോറാണ്. പിന്നെ ക്രെറ്റയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സീറ്റ്സുകളും ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ SUV, ഒരു പക്ക ഫാമിലി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. കാരണം എല്ലാ തരത്തിലുമുള്ള സ്യൂട്ടബിലിറ്റീസ് ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പം പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലോഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. അതിന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ കുറേ സംവിധാനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിനകത്ത് വെഹിക്കിൾ ടു ലോഡ് കണക്ടിവിറ്റി ഫീച്ചർ ഓൾറെഡി ഇന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ വാഹനത്തിനകത്ത് ബാറ്ററിക്കകത്ത് ഓൾറെഡി കറണ്ട് ഉണ്ട്, ചാർജ് ഉണ്ട്. അപ്പം നമുക്കത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ചാൻസും കൂടെ അവർ തരുവാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ടെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കണമല്ലോ അല്ലെങ്കിൽ ഒരു ലൈറ്റോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിനകത്തു നിന്ന് തന്നെ കറണ്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതൊരു വാഹനം ഒരു ജനറേറ്റർ പോലെ പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം.
അപ്പം നമുക്കിവിടെ ലാപ്ടോപ്പ് കുത്താൻ വേണ്ടിയുള്ള ഒരു ഏരിയ നമുക്കിവിടെ ഉണ്ട്. ലൈക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ലാപ്ടോപ്പ് നമ്മുടെ വീട്ടിലെ വാൾ സോക്കറ്റിൽ കുത്തുന്ന പോലെ തന്നെ ഇവിടെ കുത്താം. അത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് അതിനുള്ള സപ്ലൈ കിട്ടിക്കോളും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഐപാഡൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 കിലോ വരെയുള്ള ട്രേ ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ബുക്സൊക്കെ നമുക്ക് ഇവിടെ വെക്കാണ്ട് നമുക്ക് പറ്റും. അപ്പം അതും നമുക്ക് ഒരു വർക്ക് സ്റ്റേഷനായിട്ട് നമുക്കൊരു ഓഫീസായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്, നോൺ വെന്റിലേറ്റഡ് ആണ്. എന്നിരുന്നാൽ പോലും നമുക്കൊരു ലൈക്ക് ഈ സീറ്റിങ്ങിൻ്റെ പൊസിഷൻ കുറച്ച് ഡീസൻ്റ് ആണ് കേട്ടോ. ചില വാഹനങ്ങൾ നമ്മൾ കുത്തിച്ചാരിയിരിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ചാരി കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു നട്ടലിൻ്റെ പൊസിഷൻ അനുസരിച്ച് സീറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആംബ്രസ്റ്റ് കാര്യമുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് 2 ഹെഡ് റെസ്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഈ വശത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, AC യുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ കല്ലെറിയും. കാരണം ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇത്തരം ഫീച്ചേഴ്സൊക്കെ ഉറപ്പായിട്ട് വേണമെന്നുള്ളതാണല്ലോ. പിന്നെ പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫ് വരുന്നതുകൊണ്ട് നമ്മൾ ഒരു നല്ല പ്രദേശത്തോടെയൊക്കെ നമ്മൾ ഒരു മഞ്ഞൊക്കെയുള്ള സ്ഥലത്തോടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും വാഹനത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ ഡ്രൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡ്രൈവിലേക്ക് പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ 7.9 സെക്കൻഡ് കൊണ്ട് തന്നെ 100 ഹിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ല തന്നെ ഈ വാഹനത്തിൻ്റെ ഐസ് മോഡൽ, നമ്മൾ എഞ്ചിനുള്ള മോഡൽ ഓടിച്ചാലും നമുക്ക് വെടിക്കുറ്റി പോലെ നമുക്ക് വാഹനം ഓടിച്ച് പോകേണ്ടി പറ്റും. നല്ല രസമാണ് ഇവരുടെ CRD ഒക്കെ ഓടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അതിമാരക പെർഫോമൻസ് ആയിരിക്കും, അതൊരു സംശയമില്ല. കാരണം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നും ഇലക്ട്രിക് വാഹനങ്ങൾ എത്ര എണ്ണം ഇന്ത്യയിൽ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് കോന ഓടിക്കുന്നൊരു ഫീൽ, കാരണം വെച്ചാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഫീലാണ് ആദ്യ കാലത്ത് വന്ന കോനയ്ക്കകത്തുണ്ടായിരുന്നത്. അതായത് നമുക്ക് CB ആയിട്ട് വരുന്ന വാഹനങ്ങൾക്കകത്ത് ഇന്നും അതിൻ്റെ ഒരു പ്ലഷർ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത്രത്തോളം പിന്നെ എനിക്ക് പെർഫോമൻസ് കിട്ടിയ വാഹനങ്ങൾ ഭയങ്കര കുറവായിരുന്നു. അതായത് ഇലക്ട്രിക്കിന് എല്ലാം പെർഫോമൻസ് ഉണ്ടെങ്കിലും കോനയുടെ പെർഫോമൻസ് എക്സലൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇവർ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹുണ്ടയുടെ ഈ ഒരു ക്രെറ്റയുടെ ഇലക്ട്രിക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമായിട്ട് നമുക്കൊരു പ്രിഫർ റോഡ് കിട്ടുന്നില്ല. എങ്കിൽ പോലും അയ്യോ, സ്പോർട്സ് മോഡിലിട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഈ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങനെ പൊങ്ങിപ്പോവാണ്. പണ്ട് ആ ഒരു കോന ഓടിച്ച അതേ ഒരു ഫീല് തന്നെ നോക്കിയൊരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. നല്ല രസമാണ് കേട്ടോ. ഇലക്ട്രിഫൈയും പെർഫോമൻസ് എന്ന് വെറുതെ ഇട്ടിരിക്കുന്ന ഒരു പേരല്ല, തീർച്ചയായിട്ടും ആ ഒരു പെർഫോമൻസ് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കാലിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിന്ന് വണ്ടി ആക്ച്വലി വന്നിരിക്കുന്നത് കാരിക്കാമണ്ഡപത്ത് പോപ്പുലർ ഹുണ്ടായെന്നാണ്. സൂരജ് സംഗീത് 2 പേരുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് കേട്ടോ. വെളുപ്പിനെ നേരം വിളിക്കുന്നതിന് നമ്മൾ വാഹനം കൊണ്ടു തന്നു. ഓക്കെ, നമ്മൾ ശരിക്കും കുറേ നേരം ഓടിക്കാനൊക്കെ പറ്റി. നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പറഞ്ഞു വരുന്നത് എന്താ ബ്രോ, ഇതിനകത്ത് ഒരു വിലയും ഇതിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് നേരത്തെ എത്ര രൂപ വാഹനത്തിന് എത്ര രൂപ വരുമെന്ന് പ്രതീക്ഷിച്ചത്? അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രൈസ് കുറച്ച് ഹൈ ആയിരുന്നു. ഓക്കെ, ഒരു 30 lakhs എബോവ് ആയിരുന്നല്ലേ? കാരണം നമുക്ക് നിലവിൽ ഇപ്പോൾ ക്രെറ്റ ഉണ്ട്. അപ്പം ഒരു ഡിറൈവ്ഡ് പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ എന്തായാലും പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 30+ ആയിരുന്നു വന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പ്രൈസിങ് വന്നപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ 2 റേഞ്ചിലാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് EV കൊണ്ടുവന്നത് സ്റ്റാൻഡേർഡ് റേഞ്ച്, ഒരു ലോങ് റേഞ്ച് വണ്ടിയായിട്ട്. അപ്പം സ്റ്റാൻഡേർഡ് റേഞ്ച് നമുക്കിപ്പം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് തന്നെ 1799 നിർത്തിയിട്ടുണ്ട്. ഒരു ടോപ്പ് റേഞ്ച് വരുമ്പോൾ അത് എക്സലൻസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അത് ഏകദേശം 24-22 എക്സ്ഷോറൂം നിർത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓൺ റോഡ് തന്നെ ഏകദേശം ഒരു 26-80 ആ ഒരു റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നത്. കാരണം നമ്മൾ ഡീസലിലോട്ട് പോകുന്ന ഏതൊരു കസ്റ്റമറിനും ഇനി കണ്ണു അടച്ചോണ്ട് EV എടുക്കാനായിട്ട് പറ്റും, വേറെ ഒരു ഇല്ല. കാരണം പ്രൈസിങ് ഏകദേശം ടാലിയാണ്. കാരണം ഡീസലിന്റെ ടോപ്പ് എൻഡ് വരുമ്പോഴും നമ്മുടെ ക്രെറ്റയുടെ EVയുടെ ടോപ്പ് എൻഡ് വരുമ്പോഴും ഏകദേശം സിമിലർ പ്രൈസ് ആയിട്ട് വരും. സിമിലർ പ്രൈസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയാൻ ഏറ്റവും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. സർവീസ് കൊണ്ട് നമുക്ക് ഹ്യുണ്ടായി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും മനസ്സിലും ഫസ്റ്റ് ടൈം വരുന്ന ക്രെറ്റ എന്ന് പറയുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ അതായത് അതെന്തുകൊണ്ടും നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ് കണ്ടോ വണ്ടി. അപ്പൊ ആ ഒരു 0 to 100 എത്ര സെക്കൻഡ് കൊണ്ടാണ് കയറിയത്. അതെ 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 അതെ, എന്നാണല്ലോ ഗംഭീര ഡ്രൈവബിലിറ്റി, നല്ല രസമുണ്ട് ഓടിക്കാന്ന് പറയാം. നമ്മൾ കുറേ നേരം ഓടിച്ചായിരുന്നു, എങ്കിലും ഇതുപോലൊരു ഓപ്പൺ റോഡ് ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, എന്തായാലും നമുക്ക് വാഹനം തന്നിരിക്കുന്നത് പോപ്പുലർ നമ്മുടെ കാരക്കാമണ്ഡപം, ട്രിവാൻഡ്രത്ത് കാരക്കാമണ്ഡപത്തു നിന്നാണ്. ടെസ്റ്റ് ഡ്രൈവുകൾ നമുക്ക് ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവിൻ്റെ വെഹിക്കിളാണ്, ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത വെഹിക്കിളാണ്. തീർച്ചയായിട്ടും വാഹനം മേടിക്കാൻ അല്ലെങ്കിൽ പോലും ഒന്ന് ഓടിക്കാനെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അതാണ് പറയാനുള്ളത്. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് വേണ്ടി എഴുതാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.